ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു മനോഹരമായ വീടുള്ളത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലാണ്. അനുരാജ് വിന്ധ്യ ദമ്പതികളുടെ 2365 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വീടിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 65 lakhs ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയറിനായിട്ടുള്ളത് 8.50 lakhs ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ വിശദമായ കാഴ്ചകളിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു എ ചാനൽ. വളരെ ഭംഗിയുള്ളൊരു കോണ്ടംപററി സ്റ്റൈലാണ് കേട്ടോ വീട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫ്രണ്ടിലത്തെ ക്ലാഡിങ് വർക്കും കൂടെ വരുമ്പോൾ വീട് നല്ല ഭംഗിയായിട്ടുണ്ട് എലിവേഷൻ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് നെസ് ബിൽഡേഴ്സ് ആണ്. ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് ചുംബക് ഹോം ഡിസൈൻസ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള മിനിമൽ സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയേഴ്സ് ആണ് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിനായിട്ടുള്ളത് 8.50 lakhs ആണ്. അതും കൂടെ കൂട്ടിയാണ് കേട്ടോ ടോട്ടൽ കോസ്റ്റ് 65 lakhs ആയിരിക്കും. ഈ ഒരു വീട് നിൽക്കുന്നത് ടോട്ടൽ ഇതൊരു 80 സെൻറ്റ് പ്ലോട്ടുണ്ട്. അതിനകത്ത് വീട് നിൽക്കുന്നത് 35 സെൻറ്റ് പ്ലോട്ടിലാണ്. ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻ്റർലോക്ക് ആണ് കേട്ടോ. ഇൻ്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്ക് ജാളി വർക്കാണ്, ഓടിലുള്ള ജാളി വർക്കാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലും ആ ഒരു വർക്ക് പോയിട്ടുണ്ട്. അത് വീടിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അതുപോലെ മുകളിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ മുകളിൽ ആ വിൻഡോസിൻ്റെ അടുത്ത് കാണുന്നില്ലേ, അത് വുഡിൻ്റെ പാനലിംഗ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സിറ്റ് ഔട്ട്. ഇവിടുത്തെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്, ഡബിൾ ഡോറാണ്. അതുപോലെ വിൻഡോസും ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിൽ തന്നെയാണ്. ഈ ഒരു സിറ്റ് ഔട്ട് ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പോകുന്നത് കാർ പോർച്ചിലോട്ടാണ്. കാർ പോർച്ചിൽ നിന്ന് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ അവിടെയും ഡോറ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വരാന്തയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മുടെ ലിവിങ് ഹാൾ. വളരെ വിശാലമായൊരു ലിവിങ് ഹാളാണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്നും ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർ പോർച്ച് സൈഡിൽ നിന്നും നമുക്കിങ്ങനെ കയറാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയും ഡോഴ്സും വിൻഡോസും കൊടുത്തിരിക്കുന്നു. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിങ് ഹാൾ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു പാർട്ടീഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്തായിട്ട് നല്ല കുറേ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കുറേ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ബൾബിൻ്റെ ആ ഒരു നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ലൈറ്റ്സ്. പക്ഷേ ഇത് ഇങ്ങനെ ഓരോന്നും ഹാങ് ചെയ്ത് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട് അത് കാണാൻ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റിൻ്റെ കോസ്റ്റ് എത്രയെന്ന് പറയാൻ പറ്റുമോ? വളരെ അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇങ്ങനൊരു ലൈറ്റ് ചെയ്തതിന് നല്ല പ്രൈസാകും. അപ്പോൾ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു പാർട്ടീഷൻ നോക്കിയാൽ വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ തലങ്ങും വിലങ്ങും വെക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഇവിടെ ഓരോ ബോർഡ്സും വെച്ചിരിക്കുന്നത്. ഒട്ടും ജോയിൻറ്റ് വരാത്ത രീതിയിൽ, ജോയിൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ അൺസൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും വലിപ്പം കൂടുതലാണ് ഈ ഓരോ പീസും വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മറൈൻ പ്ലൈ 710 ഗ്രേഡിലാണ്. ഇൻറ്റീരിയേഴ്സ് ഫുൾ മറൈൻ പ്ലൈ 710 ഗ്രേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഷട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ HDF എക്സ്റ്റീരിയർ ഗ്രേഡിലാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റും അതുപോലെ തന്നെ വരുന്നു. ഈ കാണുന്നത് UPVCയുടെ പാനലിംഗ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ഷോ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഷോ യൂണിറ്റിൻ്റെ ബാക്കിലായിട്ട് CNC കട്ടിങ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മെറ്റലിൽ. നല്ല ഭംഗിയുള്ളൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ RAKയുടെ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് പോർഷനിലോട്ട് വരാം.
ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. വളരെ ഭംഗിയുള്ളൊരു പോർഷനാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പോർഷൻ. ഇവിടെ ഇതാ നമ്മുടെ ആ ഒരു പാർട്ടീഷൻ്റെ ബാക്ക് സൈഡാണ്. രണ്ട് സൈഡും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിഫറെൻറ്റ് പാർട്ടീഷനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ വരുന്നതുകൊണ്ട് ഹോളിലോട്ട് വരുന്നവർ ഡയറക്റ്റ് കിച്ചൺ കാണത്തുമില്ല, എന്നാൽ ഒട്ടും നല്ല ക്ലോസ്ഡ് ആക്കിയ എല്ലാ ഒരു രീതിയിലാണ് ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ചുംബക്കിലെ വിഷ്ണുവിൻ്റെ ഒരു ബ്രില്യൻറ്റ് ഡിസൈൻ തന്നെയായിരുന്നു. ഇനി ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിൻസ്കോട്ട് പാനലിംഗ് ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ആ ഒരു ലൈറ്റ്സും കൂടെ വന്നപ്പോൾ ഈ ഒരു പോർഷനിൽ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. താഴെ 3 ബെഡ്റൂംസ് ആണ് ഉള്ളത്. കിച്ചൺ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബെഡ്റൂംസ് കാണാം. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാം. നല്ല 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ ഒരു കിച്ചണിലും നേരത്തെ പറഞ്ഞ പോലെ മറൈൻ പ്ലൈ 710 ഗ്രേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷട്ടേഴ്സ് എല്ലാം തന്നെ HDFൻ്റെ എക്സ്റ്റീരിയർ ഗ്രേഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാ യൂസ് ചെയ്യുന്ന പോലെ അല്ല, എല്ലാം എക്സ്റ്റീരിയർ ഗ്രേഡിലാണ് ഈ ഷട്ടേഴ്സ് ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആക്സസറീസ് എല്ലാം തന്നെ എപ്കോഡയാണ്. റാൻഡം ബോക്സസ് ഒക്കെ വന്നിരിക്കുന്നത് എപ്കോഡ് തന്നെ മെറ്റ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. വളരെ നല്ല ക്വാളിറ്റി ഉള്ള ആക്സസറീസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് വരികയാണെങ്കിൽ നാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കിച്ചൺ വോളിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ടൈല് തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ വേറെ ഏതോ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നു തോന്നും. ആ ഒരു ഡിസൈനിൽ വരുന്ന ടൈൽസ് കിച്ചൺ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ലോങ് യൂണിറ്റ് വിത്ത് ആക്സസറീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ഒരു കിച്ചൺ മാത്രം എത്രയായി റേറ്റ് എന്നൊക്കെ. ഇവിടുത്തെ ഒരു കിച്ചൺ ഇപ്പോൾ ഈ വിത്ത് ആക്സസറീസ് നമുക്കറിയാം, ഒരു ലോങ് യൂണിറ്റ് വിത്ത് ആക്സസറീസ് വരുമ്പം അത്യാവശ്യം നല്ല റേറ്റ് ആവും. അങ്ങനെ ഇവിടെ ചെയ്തിരിക്കുന്ന ഫുൾ ആക്സസറീസ് ഉൾപ്പെടെയുള്ള ഈ ഒരു കിച്ചൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2.80 lakhs ആണ്. പിന്നെ എന്താ ഇവിടെ താളി ബാസ്ക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ പുറത്തൊരു കിച്ചണുണ്ട് കേട്ടോ, വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ബെഡ്റൂംസ് കാണാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മിനിമൽ ഇൻറ്റീരിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ, എന്നാൽ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് ആ ഒരു കുഷ്യൻ ഒക്കെ കൊടുത്തിരിക്കുന്നതെന്ന്. ഇവിടുത്തെ വാർഡ്രോബ്സ് ഒക്കെ പറയുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടെ റൂംസിലൊക്കെ തന്നെ ബേ വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 റൂംസിലും ബേ വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റൂമുണ്ട്, അത് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. ഇനി നമ്മളിവിടുത്തെ ഒരു ബെഡ്റൂമിലോട്ടാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ഈ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. മുകളിലായിട്ട് ജിപ്സം സീലിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഷ്യനൊക്കെ കൊടുത്തിരിക്കുന്നു. ഒരു വാർഡ്രോബിൻ്റെ ഷട്ടേഴ്സൊക്കെ തന്നെ സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് തൊട്ട് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ ഗ്രേഡ് HDF ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയേഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കും. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച TV യൂണിറ്റ്, പാർട്ടീഷൻ, കിച്ചൺ, അതുപോലെ ഈ ഒരു വാർഡ്രോബ്സ്, ഈ ഒരു ബെഡിൻ്റെ യൂണിറ്റ്, അതായത് നമ്മുടെ കോട്ടും ഈ സൈഡ് ടേബിളും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ഇൻറ്റീരിയേഴ്സിൽ വരുന്നതാണ്. ഇവിടെ ഇതാണ് കേട്ടോ സ്റ്റേഴ്സ് വന്നിരിക്കുന്നത്. സ്റ്റേഴ്സിൻ്റെ ഹാൻഡ് റെയിലിൽ ചെയ്തിരിക്കുന്നത് ടീ വുഡും സ്ക്വയർ ട്യൂബ്സും ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഫുൾ വുഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റെപ്സിൻ്റെ താഴെ നമുക്ക് കുറേ സ്ഥലമെങ്കിലും വേസ്റ്റ് ആവും. പക്ഷേ ഇവിടെ ഒട്ടും വേസ്റ്റേജ് വരാതെ, എന്നാൽ വലിയ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ഇവിടെ നല്ലൊരു വാഷ് കൗണ്ടറാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ് ഏരിയയിൽ അതിനോട് ചേർന്ന് കൊടുക്കാതെ കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തപ്പോൾ എന്താ പറയുക, അതിൻ്റോടൊപ്പം തന്നെ ഇവിടെ വിൻഡോ വരുന്നുണ്ട്. ഇത് സ്ലൈഡിങ് വിൻഡോ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ
അപ്പോൾ നല്ലൊരു ഒരു പ്രകാശം ഈ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. സാധാരണ സ്റ്റെയറിനടി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇരുട്ടായിട്ടുള്ള സ്പേസ് ആയിരിക്കും. ഇവിടെ നല്ലൊരു വെട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ലൊരു കോർണർ പോർഷനിലാണ് ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തത്. നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി കേട്ടോ. നല്ല രസമായിട്ടുണ്ട് കാണാൻ. അതും കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ലാൻഡിങ് പോർഷനിലും ഇങ്ങനെ ഗ്ലാസ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് വിൻഡോസ് ആണ് വരുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി സ്റ്റെയർസ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അപ്പോൾ നിങ്ങളിതാ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിനായിരിക്കുന്നത്, ഈ ഒരു ഫുൾ ലൈറ്റിൻ്റെ സെറ്റിനായിരിക്കുന്നത് 4500 രൂപയാണ്. ശരിക്കും നമ്മളിങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒറ്റ പീസായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ എന്തുമാത്രം റേറ്റ് കൊടുത്തിട്ടായിരിക്കും അല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്. ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. മുകളിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, ഒരു ടെറസ് ഏരിയ, നല്ലൊരു ബാൽക്കണി പോർഷൻ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒക്കെ കാണാം. മുകളിലത്തെ ബെഡ്റൂം. മുകളിൽ ഒറ്റ ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. പിന്നെ വിശാലമായ ഹാളും ബാൽക്കണി ടെറസ് ഏരിയ ഒക്കെയാണ് വരുന്നത്. താഴെ 3 ബെഡ്റൂം വരുന്നുണ്ട്, മുകളിൽ ഒരു ബെഡ്റൂം. മൊത്തം 4 ബെഡ്റൂമാണ് ഈ ഒരു വീടിനുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഡോറ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുന്നിടത്ത് നല്ലൊരു ചെറിയൊരു ബാൽക്കണി, നല്ല ഭംഗിയാണ്. വെളിയിൽ നിന്നുള്ളൊരു വ്യൂ കാണാനും എലിവേഷന് നല്ല ഭംഗിയാക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ബാൽക്കണിയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ നമ്മുടെ റൂംസിനോട് ചേർന്ന് ബാൽക്കണി വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണേ. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് റൂംസിനോട് ചേർന്ന് ബാൽക്കണി വരുന്നത്. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അതിൽ ഇഷ്ടക്കേടും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ, നിങ്ങൾക്കത് ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളോടൊപ്പം അനുരാജ് സാറും വിന്ധ്യ മാമും ഉണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചും ഇൻറ്റീരിയർ ഏജൻസി അവർ കൺസൾട്ട് ചെയ്തതിനെ കുറിച്ചും ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായമൊക്കെ നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് അനുരാജ് എന്നാണ്. ഞാൻ കൊല്ലം കളക്ട്രേറ്റ് PRDയുടെ സെക്ഷനിലാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികം ഇതില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീട് നിർമ്മിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അങ്ങനെയാണ് നെസ്റ്റ് ബിൽഡേഴ്സിലെ അനൂപുമായിട്ട് കൺസൾട്ട് ചെയ്തത്. അനൂപുമായിട്ട് കൺസൾട്ട് ചെയ്താണ് വീടിൻ്റെ ഐഡിയകളെല്ലാം കറക്റ്റ് ചെയ്തത്. അതിനുശേഷം ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടാണ് ചുംബക് ഏജൻസിയായിട്ട് റിലേറ്റ് ചെയ്ത് വിഷ്ണുവായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ടും വളരെ അധികം ആർഭാടം വേണ്ട, വളരെ സിമ്പിളായിരിക്കണം, കാണാൻ അത്യാവശ്യം നല്ല ഇതുണ്ടാവണം, ആ രീതിയിലാണ് വിഷ്ണുവായിട്ട് കൺസൾട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു ആഗ്രഹപ്രകാരമുള്ള രീതിയിൽ തന്നെ വേണ്ട രീതിയിൽ വളരെ സിമ്പിളായിട്ടും അധികം ആർഭാടമില്ലാത്ത രീതിയിൽ എന്നാൽ മനോഹരമായും വളരെ ചെയ്ത് നൽകുകയും ചെയ്തു. അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അന്ന് നമുക്കിവിടെ ഫംഗ്ഷന് ഇവിടെ എത്തിയിരുന്ന ആൾക്കാരെല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് ഇന്ത്യയെ പറ്റിയും വീടിനെ പറ്റിയും പറഞ്ഞത്. നമുക്ക് അതിലധികം സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. ഇന്റീരിയറുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമുക്കൊരു പാർട്ടീഷൻ്റെ വർക്ക്, ഒരു TV യൂണിറ്റ്, കിച്ചൺ, 2 ബെഡ്റൂമിനകത്ത് കോട്ട്, അതിനകത്ത് വാർഡ്രോബ്, ഇത്തരം വർക്കുകളാണ് പറഞ്ഞിരുന്നത്. ഇവിടെ പാർട്ടീഷനെ പറ്റി സാധാരണ എല്ലായിടത്തും വെച്ചിട്ട് ഓപ്പൺ ആയിട്ടുള്ള പാർട്ടീഷനാണ് വരുന്നത്. നമുക്ക് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ആ ഓപ്പൺ ആയിട്ടുള്ളത് മാറ്റി ഇച്ചിരി ക്ലോസ്ഡായിട്ട് എന്നാൽ മനോഹരമായ രീതിയിൽ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കിച്ചണും അതുപോലെ തന്നെ അധികം
ഇതില്ലാത്ത രീതിയിൽ മനോഹരമായി തന്നെ അവർ അത് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ വാർഡ്രോബും നമ്മുടെ ആവശ്യപ്രകാരം നമ്മൾ ചെമ്പക ഏജൻസി എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇതായിട്ടുള്ള രീതിയിൽ അവർ വളരെ മനോഹരമായി തന്നെ നമുക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. വിഷ്ണുവിനേക്കാളും വളരെ നന്നായിട്ട് വിഷ്ണു നമ്മൾ ഓരോ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയ അതിലും നന്നായിട്ട് നമുക്കത് കാണാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷമാണ്. എന്ത് പറഞ്ഞാലും വിഷ്ണു ആ ഒരു രീതിയിൽ തന്നെ, അതായത് വിഷ്ണു അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വിഷ്ണു ഓക്കെ മാം അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ അതല്ലാതെ പറ്റില്ല അങ്ങനെയൊന്നും അല്ല. നമ്മളുടെ പറഞ്ഞിട്ട് അതിൻ്റെ നിലവിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാകില്ല, പക്ഷേ അത് ഒന്ന് മാറ്റി അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വിഷ്ണു ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നല്ല ഫിനിഷിങ് ഫീൽ ചെയ്തു എല്ലായിടത്തും. ആ ഒരു ഇത് നമുക്കും ഫീൽ ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും ഓരോരുത്തരും വന്ന അഭിപ്രായങ്ങൾ പറയുമ്പം വളരെ മനോഹരം. നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് നമ്മൾ വെച്ച വീട് അത് അതിലും മനോഹരം എന്ന് മറ്റൊരാൾ പറയുമ്പോൾ ഒരു വലിയ സന്തോഷമല്ലേ, സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു. ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് ചുംബക് ഹോം ഡിസൈനേഴ്സ് ആണ്. ഓൾ കേരള അവർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് നിങ്ങൾ കമൻസിലൂടെ അയക്കാനായിട്ട് മറക്കരുത്. ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതുവരെയും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ, എൻ്റെ പേര് നിഷ എന്നാണ്. നമ്മുടെ ചാനലിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണുള്ളത്. അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വീട് പണി നടക്കുന്നവരോ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.